ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഐക്യയിൽ പോയപ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ഞാനിപ്പോൾ പോയിക്കുന്നത് റിയാദിലെ ഈസ്റ്റേൺ റിംഗ് റോഡിലുള്ള ഷോറൂമിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പലരും ഐക്യയിലൊക്കെ പോയിട്ടുണ്ടാവും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഐക്യയിലേക്ക് കയറിയാലോ. കം ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനിവിടെ കണ്ട ഒരു യുണീക്ക് ഫീച്ചർ എന്താണെന്നറിയോ, ഇവരിവിടെ പെൻസിൽസ്, മെഷർമെൻറ്റ് പേപ്പർ, പിന്നെ മെഷർമെൻറ്റ് ടേപ്പ് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ കാണുന്ന ഈ ബെഡ് സെറ്റിങ്സ്, മാട്രസ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ സ്പേസിൽ സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അതൊരു നല്ല ഐഡിയ അല്ലേ? വേറെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല വേറെ സ്ഥലത്തൊന്നും. പിന്നെ നമ്മൾ നോക്കി ഇത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ നമുക്കതിൽ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് ലാസ്റ്റ് നമുക്കിതിൽ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഓർത്ത് എടുക്കാനും പറ്റും. അങ്ങനെ ഒരു ഐഡിയയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു കംപ്ലീറ്റ് റൂം സെറ്റപ്പ് തന്നെയാണ് അവർ ചെയ്തു വച്ചേക്കുന്നത്. ഒരു റൂമിൽ, ഒരു ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം, ഇൻക്ലൂഡിങ് ദ ലാമ്പ്, നൈറ്റ് ലൈറ്റ്, ബെഡ് സെറ്റ് എല്ലാം. പിന്നെ അതുപോലെ ദേ വാഷ്റൂം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. വാഷ്റൂമിൽ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ഇതെല്ലാം അവർ സെറ്റ്. ഇതുപോലെ തന്നെയാണ് ഹോൾ ഏരിയ. ഏതൊരു ഏരിയയിൽ ചെന്നിരുന്നാലും, ഇപ്പോൾ ഒരു ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിൽ ആവശ്യമുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്, വാഷ്റൂം ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് ഏത് ഏരിയയിലാണോ ഇൻട്രസ്റ്റ്, അപ്പോൾ നമുക്ക് ആ സ്ഥലത്തുള്ള അവിടെ ഈ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആ റൂമിലെ ഫൈനൽ ഔട്ട്ലുക്ക്, അതൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നതെന്ന്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മളൊരു ലിവിങ് റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ അതൊരു ഭംഗിയുണ്ടാവും, നമ്മുടെ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരു ചെറിയ സ്പേസിലെ കിച്ചൺ ഏരിയ ആണെങ്കിലും ഒരു ലിവിങ് സ്പേസ് ആണെങ്കിലും എല്ലാം ഒരു ഇതിലും അവരൊരു ചെറിയ ഏരിയ തൊട്ട് ഒരു മീഡിയം സ്പേസ്, ഒരു വലിയ സ്പേസ്, ഇതിലെല്ലാത്തിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. അത്രയ്ക്ക് നമുക്ക് കണ്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാടൊന്നും പർച്ചേസിങ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ജസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്, എങ്ങനെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കാനായിട്ടാണ് മെയിൻലി പോയത്. ഇത് കണ്ടോ, ഇതൊരു TV യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്തേക്കാണ്. കണ്ടോ, കംപ്ലീറ്റ് ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു വൈബല്ലേ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിനകത്ത് കയറുമ്പോൾ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഇതേ സ്നാക്സിൻ്റെ സ്ഥലത്തെത്തി, സ്നാക്സല്ല ഫുഡ് ഏരിയ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ജ്യൂസും കോഫിയും നമ്മൾ 1 ടൈം പേയ്മെൻറ്റ് നടത്തിയാൽ മതി, ബാക്കി നമുക്ക് റീഫിൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ട്, ഐസ്ക്രീം ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് കോൺ മേടിച്ചിട്ട് നമുക്ക് കോയിൻ ഇട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഐസ്ക്രീം എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പം ATM നിന്ന് ക്യാഷൊക്കെ എടുക്കുന്നത് പോലെ ഇവർ തന്നെ ചെറുതായിട്ട് കോയിൻസൊക്കെ ഇട്ട് സ്വന്തമായിട്ട് ഇതുപോലെ ഐസ്ക്രീമൊക്കെ എടുക്കുമ്പോൾ എന്തായാലും അവർ നല്ല എക്സൈറ്റഡ് ആണ്.
ഇവിടെ ഇവർ പല സെക്ഷനായിട്ടാണ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ബേക്കിംഗ് സെക്ഷനാണ്. ബേക്കിങ്ങിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് എന്ന് വെച്ചാൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ഈ ബേക്കിംഗ് ട്രേസ്, അതുപോലെ പോട്ട്സ്, ഡിഷസ്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ പാൻസ്, ഫ്രൈ പാൻസ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണെങ്കിലും കാസ്റ്റ് അയണിൻ്റെ ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഫ്രൈ പാൻസൊക്കെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രമല്ല കേട്ടോ, നോൺ സ്റ്റിക്ക് കുക്ക് വെയർസ് ഉണ്ട്, കാസ്റ്റ് അയണിൻ്റെ കുക്ക് വെയർസ് ഉണ്ട്. എല്ലാം നല്ല വൈഡ് റേഞ്ച് ഉണ്ട്. അല്ല അപ്പോൾ നമുക്ക് കണ്ടാലോ എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചതെന്ന്. ചെറിയ സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ ഷോപ്പിംഗ് ആയിട്ടൊന്നുമില്ല, ചെറിയ സാധനം. ഫസ്റ്റ് തന്നെ അദ്യുൻ്റെ സാധനം, അദ്യുൻ്റെ ഒരു മാസ്ക്. 2 മാസ്ക് ഉണ്ട് കേട്ടോ. ഇത് അദ്യുൻ്റെ. അടുത്തതും അദ്യുവിൻ്റെ ഒരു കുഞ്ഞു ടോയ്. അദ്യുവിൻ്റെ ടോയ്. പിന്നെ അടുത്ത ഒരു ഫ്ലാസ്കാണ്. ഇതൊരു വാട്ടർ ഫ്ലാസ്കാണ്. ഇതിൽ ശരിക്കും എഴുതിയേക്കുന്നത് ഒരു 6 hours ടൈം പീരീഡിൽ ഹോട്ട് ആൻഡ് കോൾഡ് നിൽക്കും എന്നാണ് പറയുന്നത്. അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് ചെറിയൊരു മെഷറിങ് സ്പൂൺ. ചെറുതാട്ടോ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലത്തെ ഒരു മെഷറിങ് സ്പൂൺ കൂടെ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഹാൻഡിൽ വന്നിട്ട് ഒരു സ്പൈറൽ ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഞാൻ എടുത്ത കുറച്ച് സാധനങ്ങളിൽ റേറ്റ് ടാഗ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരത് ബില്ലിംഗ് സെക്ഷൻ എത്തിയപ്പോൾ അതവർ മാറ്റി വെച്ചു. പക്ഷെ എനിക്ക് തിരിച്ച് പോകാൻ ടൈം കിട്ടിയില്ല, കാരണം ഓൾറെഡി അവരുടെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. എന്തായാലും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ജ്യൂസ് സ്ട്രെയിനർ. എനിക്ക് ഓറഞ്ച്, ലെമൺ ഇതെല്ലാം നമുക്ക് ജ്യൂസായിട്ട് എടുക്കാം. ഇതൊരു കപ്പിൽ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ 2 സെൻറ്റഡ് കാൻഡിൽസ്. ജാസ്മിൻ്റെ മണമാണ്, നല്ല മണമുണ്ട്. സെൻറ്റഡ് കാൻഡിൽസ്. പിന്നെ ഒരു ചെറിയ നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീനിങ് ബ്രഷ്. ചെറിയൊരു വാക്യൂം പ്രഷറുണ്ട്, പക്ഷെ അത്ര വാക്യൂം പ്രഷർ ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് സിപ്ലോക്ക് പാക്കേജില്ലേ, സിപ്ലോക്ക് പാക്ക്, ഇത് റീയൂസബിൾ ആണ് കേട്ടോ. റീയൂസബിൾ ആണ്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ലെഫ്റ്റ് ഓവർ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ഓവർ വെക്കാം. അത് വെച്ചിട്ട് പിന്നെ നമുക്ക് എടുത്തതിന് ശേഷം വീണ്ടും വാഷ് ചെയ്ത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു 2-3 പ്രാവശ്യം അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. എന്തായാലും എല്ലാ വീടുകളിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, മിക്കവാറും വീടുകളിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കുന്നത്. എന്തായാലും നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത്, ഇത് ശരിക്കും ഒരു ഓയിൽ ബോട്ടിലാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഇതിൽ എഴുതിയിട്ടില്ല ഓയിൽ ബോട്ടിലാണോ
എന്താണെന്നുള്ളത്. പക്ഷെ കണ്ടിട്ട് ഓയിൽ ബോട്ടിലാണെന്ന് തോന്നുന്നു, ചെറുതാണ്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. പിന്നെ ചെറിയൊരു ഫ്ലവർ വേസ്, ചെറുതാണ്. ഇതിൽ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട്. പിങ്കും വൈറ്റും, ഇത്രയും ഫ്ലവേഴ്സ് മേടിച്ചിട്ടുള്ളൂ കുറച്ച്. ഇതിനകത്ത് വെക്കാനായിട്ട് ഇത്രയും ഫ്ലവേഴ്സ് പറ്റും, അങ്ങനെ മേടിച്ചതാണ്. പിന്നെ അവൻ സേഫ് 2 ബൗൾസ് മേടിച്ചു, കുഞ്ഞ് ബൗൾ. നമുക്ക് കുറച്ച് ഫുഡൊക്കെ, കുറച്ച് നമ്മുടെ ഈ തോരൻ അങ്ങനത്തെ കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് അവനിൽ വെച്ച് ചൂടാക്കാനായിട്ട്. അവൻ സേഫാണ്, കൊള്ളാല്ലേ. ഇനി ഒരു സ്റ്റോറേജ് ബോക്സ്, 3 ബോക്സ് ഉണ്ട്, വിത്ത് ലിഡാണ്. ഇതും എനിക്ക് തോന്നുന്നു അവൻ സേഫ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. എന്തായാലും നോക്കാം, ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്യണം. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ മേടിച്ചത് ഇക്കീന്ന്. എന്തായാലും നോക്കട്ടെ. ഞാനിതിപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ചെക്ക് ചെയ്യാം.